സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. 215 പോയിന്റുമായി കണ്ണൂർ ജില്ല മുന്നിൽ, 214 പോയിന്റുമായി തൃശൂർ ജില്ല രണ്ടാമതും കോഴിക്കോട് മൂന്നാം സ്ഥാനത്തും തുടരുന്നു. രണ്ടാം ദിനമായി ഇന്ന് നാടകം, തിരുവാതിരകളി, ഒപ്പന തുടങ്ങിയ ഗ്ലാമർ ഇനങ്ങളാണ് അരങ്ങേറുക. നമുക്ക് ഇതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണം. അന്നയുടെയും കാവ്യയുടെയും അടുത്തേക്ക് പോകാം. ഗുഡ് മോർണിംഗ് അന്ന, കാവ്യ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ പ്രധാന ദിവസം, ഒന്നാം ദിവസം? വൈകിട്ട് വരെ നിങ്ങൾ രാത്രി വരെ അവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസത്തെ ആവേശമൊക്കെ? അല്ല, ആദ്യത്തെ ദിവസത്തെ ആവേശം തത്സമയം കണ്ട ആളുകളിൽ ഒരാളാണ് പ്രിയ. പ്രിയയാണ് പറയേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ഇവിടുത്തെ ആവേശം, നമ്മുടെ മുഴുവൻ സമയ കവറേജിനെ കുറിച്ച് എങ്ങനെയുണ്ടായിരുന്നു പ്രിയ കാണുമ്പോൾ? തിരിച്ചുള്ള ചോദ്യമാണ്. അതെ, തിരിച്ച് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കുന്നല്ലേ. നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഞാനിതാ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്നലെ രണ്ടുപേരും ചുമന്ന ഡ്രസ്സിൽ ചുവപ്പണിഞ്ഞാണ് വന്നത്. ഇന്നിതാ പച്ചയും വെള്ളയും, അങ്ങനെ നിങ്ങളും നിറം മാറി കളിക്കുകയാണ് അല്ലേ? എല്ലാം ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് മുൻപോട്ട് പോകണമെന്ന ഉദ്ദേശമാണെന്ന് മനസ്സിലായി. ഒപ്പിച്ചതാ. ഓക്കെ. എന്തായാലും നന്നായിട്ട് പോയിരുന്നു ഇന്നലത്തെ ദിവസം. ഇന്നും ആവേശം. വിജയിച്ചു, ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. കുറച്ച് കഷ്ടപ്പെട്ട് മാച്ച് ചെയ്തൊക്കെ ഡ്രസ് ഇട്ടോട്ടൊക്കെ വന്നതാ. രണ്ടുപേരും കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ എന്നല്ലേ, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും തുടക്കം തന്നെ രണ്ടുപേരും സുന്ദരികളായിട്ടുണ്ട്. ഇന്നത്തെ മുഴുവൻ ദിവസവും ആ ഒരു ആവേശത്തോടെ തന്നെ പോകാൻ സാധിക്കട്ടെ. ഇന്ന് ഒരുപാട് ആളുകൾ അവിടേക്ക് എത്താനും സാധ്യതയുണ്ടല്ലേ? ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. തീർച്ചയായും പ്രിയ പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കലോത്സവത്തിലെ ഞായറാഴ്ച ദിനം അത്രത്തോളം വലിയൊരു ആവേശം ഇന്നലെ ആദ്യത്തെ ദിവസം ശനിയാഴ്ച നമ്മൾ കണ്ടതിനപ്പുറത്തേക്കൊരു വലിയ ആരവം അത് പ്രധാന വേദിയിലും മറ്റു വേദികളിൽ പരിസരത്ത് എല്ലായിടത്തും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയയുടെ സ്കൂളിൽ നിന്ന് ഇന്നലെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, അന്നെ ഓർക്കുന്നുണ്ടാവും. തിരുവല്ല ബാലികാമഠം സ്കൂളിലെ കുട്ടികൾ, പ്രിയയുടെ കസിനുണ്ടായിരുന്നു, കജോൾ അടക്കമുള്ളവരുണ്ടായിരുന്നു. ഗംഭീരമായ ഒരു സംഘനൃത്തമൊക്കെയും ഇന്നലെ കണ്ടു. തൊട്ടടുത്ത ദിവസം ഇന്നിപ്പോൾ വേദിയിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരാനിരിക്കുന്ന മത്സരങ്ങൾ ഏതൊക്കെയാണ്? മേളയിലെ ഏറ്റവും ഗ്ലാമർ ഇനങ്ങളാണ്. അതിൽ തിരുവാതിര കളിയുണ്ട്, ഒപ്പനയുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് നാടകം വരാനിരിക്കുന്നു. നമ്മൾ ഇന്നലെ എടുത്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ അന്ന, ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ്, കൂടുതൽ ആശയങ്ങളും വലിയ സന്ദേശങ്ങളും മുൻനിർത്തിയുള്ള ഒരു ചിട്ടപ്പെടുത്തലാണ് പല കലാരൂപങ്ങളും വേദിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്, മനസ്സിലാക്കുന്നത്. കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു കലാബോധം അത്രത്തോളം ഉയർന്നിരിക്കുന്നു. അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് അവരെ പരിശീലിപ്പിച്ചു വിടുമ്പോൾ അധ്യാപകരായിക്കോട്ടെ രക്ഷിതാക്കളായിക്കോട്ടെ അത്രത്തോളം വലിയ ഒരു സന്ദേശം കൂടി ഈ കലയിലൂടെ നൽകണമെന്ന സർക്കാരും ആ രീതിയിലുള്ള മത്സരങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തദ്ദേശീയ കലകൾ ആദ്യമായി പ്രദർശനത്തിനെത്തി കഴിഞ്ഞ തവണ. ഇത്തവണ അത് മത്സര ഇനമായി ഒക്കെ എത്തുമ്പോൾ ഏതൊക്കെ വിധത്തിലുള്ള നിലപാടുകൾ, ചിന്താഗതികൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന ഉദ്ദേശം കൃത്യമായി സർക്കാരിനുമുണ്ട്. അതിന്റെ ആവേശം ഇതാ കുട്ടികളും ഏറ്റെടുക്കുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം ആശയം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പെർഫോമൻസുകൾ കാണാനിരിക്കുന്നു എന്നതായിരിക്കും ഇന്നത്തെ ഒരു ദിവസവും. തിരുവനന്തപുരത്ത് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന കലോത്സവത്തെ സജീവമാക്കുന്ന ഒന്ന് പോയിന്റ് ഇന്നലെ പറഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയേണ്ട കാര്യം, അതെ, കണ്ണൂര് ഇന്നലെ അവസാനിക്കുമ്പോൾ ആരായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്? കണ്ണൂരാണ്. കണ്ണൂര് തന്നെ ഇപ്പോഴും തുടരുന്നു. 215. അത് നമുക്ക് അങ്ങ് ഉറപ്പിക്കാൻ പറ്റട്ടെ. കാരണം തൃശ്ശൂർ 214 പോയിന്റ്, കണ്ണൂർ 215 പോയിന്റ്. ഒറ്റ പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോഴിക്കോട് 213 പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ഉണ്ട്. ഇതുവരെ ആകെ 249 ഇനങ്ങളിൽ ഇതുവരെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്, പൂർണ്ണമായിരിക്കുന്ന 58 ഇനങ്ങളാണ്. ബാക്കി 191 മത്സരങ്ങൾ ഇനി ബാക്കിയുണ്ട്. അപ്പം അടുത്ത ദിവസങ്ങളൊക്കെ, ഇന്ന് ബാക്കിയുള്ള 3 ദിവസങ്ങൾ, ഇന്നുകൂടെ ചേർത്ത് 4 ദിവസങ്ങൾ ആവേശകരമായ മത്സരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പ്രേക്ഷകർ അവിടെ തന്നെ ഇരിക്കുക. ഈ ഒരു 4 ദിവസം ഇടവേളയെടുത്ത്, മറ്റു പരിപാടികളിൽ നിന്നൊക്കെ ഇടവേളയെടുത്ത് നമുക്കൊപ്പം ചേരുക. അത്ര ആവേശം ഏറ്റുവാങ്ങാൻ. അന്ന ബാക്കി നിൽക്കുന്ന മത്സരങ്ങളുടെ എണ്ണം പറഞ്ഞപ്പോൾ തന്നെ അത് കുറച്ച് സർപ്രൈസിംഗ് ആണ്. 191 എന്നൊരു കണക്കാണ് പറഞ്ഞത്. അവസാനം ഒരു മത്സരം ഉള്ളപ്പോൾ വരെ അടുത്ത മത്സരത്തിൽ ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കലോത്സവവും ഫോട്ടോ ഫിനിഷിലേക്ക് കുതിക്കുന്ന ആ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും ആ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായ കാര്യമാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെയും ആവേശം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പവലിയന് മുന്നിൽ നടന്നിട്ടുള്ള മാസ്മരികമായ, കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി പ്രകടനങ്ങൾ, കലാപ്രകടനങ്ങൾ, അവരുടെയൊക്കെ പ്രതിഭ, ഇതൊക്കെ നമ്മൾ കണ്ടുമറിഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് അല്ലേ അന്ന? അതെ.
അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളിലേക്കാണ് ഇനി പോകാവുള്ളൂ. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. രാവിലെ 7 മണിയായപ്പോഴേ ഇവിടുത്തെ മൊത്തം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് പറയാനും ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ അറിയിക്കണമല്ലോ. മാത്രമല്ല ഞങ്ങൾക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല, കുറച്ച് സമയം മാത്രമാണ്, വളരെ രാത്രി വൈകിയാണ് പോയത്, കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഈ വിശേഷങ്ങളൊക്കെ പറയാനുള്ള ഒരു ആവേശത്തിലായിരുന്നു. ഇനി നടക്കാനുള്ള മത്സരങ്ങളൊക്കെ കുറച്ച് സമയം മാത്രമാണുള്ളത്. എന്നാലും കാവ്യ, ഇന്ന് എന്താണ് നമ്മുടെ പരിപാടി? നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നതേ, നമ്മുടെ ടീമിൽപ്പെട്ട ഒരു അംഗം അങ്ങ് ദൂരെ എവിടെയോ ലൈവിൽ നിൽപ്പുണ്ട്. തൊട്ടടുത്ത് ഒരാൾ ലൈവിൽ നിൽപ്പുണ്ട്. ഇവരിൽ ആരെ വിളിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. അർച്ചനയുണ്ട്, ഷീജയുണ്ട്. ഇവരിൽ ആരെ നമ്മൾ ആദ്യം പൊക്കണം? ആദ്യം നമുക്ക് ഷീജ വിളിക്കാം അല്ലേ? ഷീജ മതിയോ? ഷീജ പോരെ? അന്നയുടെ ഇഷ്ടം ഷീജയാണ്. അപ്പൊ അർച്ചന കുറച്ചൊന്നും ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഷീജ പോരട്ടെ, പ്രധാന നടി, സംഘത്തിലെ പ്രധാന നടിയെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ സംഘാടക ഇങ്ങനെ പോരട്ടെ. ഗുഡ് മോർണിംഗ്. ഇന്നലെ പോയി കിടന്ന് ഉറങ്ങിയോ? ശരി, അപ്പൊ ഷീജ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് ചേതൻ പറയുന്നത് PCR നിന്ന്. വേണ്ടേ? പെട്ടെന്ന് പറഞ്ഞോ. തീരുമാനം പെട്ടെന്ന് ഞങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കൈപിടിച്ചതേ ഇങ്ങോട്ട് അവൻ പറയുന്ന തൽക്കാലം അർച്ചനയെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഷീജയിലേക്ക് പോയതെന്നൊക്കെയാ ചോദിക്കുന്നത്. ശരി, അപ്പൊ ഷീജ പറയും, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഇന്നലെ തന്നെ നമ്മള് തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു. അപ്പൊ പിന്നെ ഇനി രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഒന്നും പറയേണ്ടതില്ലല്ലോ. കാരണം അതിന്റെ തുടർച്ച. കാരണം ആദ്യ ദിവസം തന്നെ ഗ്ലാമർ ഇനങ്ങൾ ഇറക്കി വലിയ പോരാട്ടമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇന്നലെ രാത്രി മടങ്ങുന്നത് ഏകദേശം ഒരു 11 മണി സമയത്തൊക്കെയാണ്. ആ സമയത്തും വാശിയേറിയ പോരാട്ടം. സംഘനൃത്തം നമ്മുടെ പ്രധാന വേദി, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന വേദി നിളയാണ്. ആ നിളയിൽ ഉണ്ടായിരുന്നു. അപ്പോഴും വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ തന്നെ കൃത്യമായി 9 മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. വലിയ തോതിൽ കാലതാമസമൊന്നും എവിടെയും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പീലുകളുണ്ട്. പക്ഷേ എന്നാലും സമയക്രമം ഏകദേശം ഒക്കെ പാലിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 9 മണി മുതൽ 25 വേദികളും സജ്ജമാകുകയാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ 25 ഇല്ലെങ്കിലും ഒരുവിധം എല്ലാ വേദികളും കവർ ചെയ്യുന്നു. അതെ, എഫക്റ്റ് നമ്മൾ ഒട്ടും കുറയ്ക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു പരമാവധി വേദികൾ കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിരവധി വൈവിധ്യമാർന്ന വിഷയങ്ങളുമായി വരുന്ന വലിയ പെർഫോമൻസുകൾ ഒക്കെയുണ്ട്. കാരണം നമ്മൾ ഇന്നലെ സംഘനൃത്തത്തിൽ തന്നെ കണ്ടത് സാധാരണ ഒരു തീം തന്നെ ആയിരിക്കും ഭൂരിഭാഗം പേരുടെയും പക്കലുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അവഗണിക്കപ്പെടുന്ന വിഭാഗം, അതോടൊപ്പം തന്നെ ജോക്കർ, അങ്ങനെ ഒരു വൈവിധ്യമാർന്ന വിഷയങ്ങളായിരുന്നു അവരുടെ നൃത്തത്തിലെല്ലാം ഉണ്ടായിരുന്നത്. അത് വലിയ തോതിൽ അട്രാക്ട് ചെയ്ത ഒന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തം അതിനെ പ്രതിപാദിച്ച് തന്നെയായിരുന്നു നമ്മുടെ കലോത്സവം ആരംഭിച്ചത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ കലോത്സവം ഒരു അതിജീവനത്തിൻ്റെ കലോത്സവം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അത് നമ്മുടെ ആ വെള്ളാർമലയിലെ കുഞ്ഞുങ്ങളുടെ നൃത്തം, അതിനപ്പുറത്തേക്ക് ഓരോ പ്രകടനങ്ങൾ, സംഘനൃത്തത്തിലടക്കം ആ വിഷയങ്ങൾ വന്നിരുന്നു. എം ടി ആസ്പദമാക്കിയിട്ടുള്ള സംഘനൃത്തം, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ എല്ലാ വേദികളും കൃത്യം 9 മണിക്ക് തന്നെ സജീവമാവുകയാണ്. എല്ലായിടത്തും ഈ പറയുന്നത് പോലെ ഇത്തവണ നാടകമുണ്ട്. ഇന്നിപ്പോൾ മറ്റൊരു ഹൈലൈറ്റ് ആണ്, നാടകമുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, ഒപ്പന, കുച്ചിപ്പുടി എല്ലാം ഇന്ന് എല്ലാ വേദികളിലുമുണ്ട്. ഹൈസ്കൂൾ വിഭാഗം, ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിട്ട് എല്ലാ വേദികളും സജീവമാകും 9 മണിക്ക്. അതുകൊണ്ട് 9 മണി മുതൽ നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് കൃത്യമായ രീതിയിൽ തന്നെ തരും. അതോടൊപ്പം തന്നെ ചില പ്രത്യേക വിഭവങ്ങൾ അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇന്നലത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഷീജയെ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും കൂടി എത്തി. അപ്പൊ പറഞ്ഞു തുടങ്ങിയാണ് ഈ സർപ്രൈസ് എന്താണെന്ന് ഞങ്ങളോട് പറയാനായോ? ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. GMK വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന ഇന്നലെ സർപ്രൈസ് നമ്മളായിട്ട് പൊളിക്കണ്ട, നമ്മളായിട്ട് ചോദിച്ചു. എനിക്ക് ആകാംക്ഷയുണ്ട്, പക്ഷെ സർപ്രൈസ് നമ്മളായിട്ട് പൊളിക്കണ്ട. ആ സർപ്രൈസ് ആ സമയത്ത് പ്രേക്ഷകർ കാണുന്ന പോലെ നമുക്ക് കാണാം. ശരി, ഓക്കെ, ആയിക്കോട്ടെ. ഇന്നലെ നമ്മള് 9:30 10 മണി ആ ഒരു സമയത്ത് രാത്രിയിൽ നമ്മളൊരു എല്ലാവരും കൂടി ചേർന്നൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിന് ശേഷവും ഇവിടെ പ്രധാന വേദിയിൽ MT നിലയിൽ നടന്നുകൊണ്ടിരുന്ന നാടോടി നൃത്ത മത്സരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. എന്നാ കേരളത്തിന്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട നിരവധി പെർഫോമൻസ് വന്നിട്ടുണ്ട്, ഷീജ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ അതൊക്കെ വേദിയിലേക്ക് എത്തുമ്പോൾ ഒരു സ്വീകാര്യതയുണ്ടല്ലോ, ഒരു കൈയടി, എണീറ്റ് കൈയടിയോടുകൂടിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അതാ അവരുടെയൊക്കെ ഉള്ളിലുള്ള എത്രത്തോളം നമ്മൾ ചേർത്ത് പിടിക്കുന്നു. അതെ, അത് തന്നെയാണ് നൽകുന്നത്. നമ്മുടെ മനസ്സിൽ നിന്നുള്ള മനസ്സിന്റെ ഒക്കെ ഒരു പ്രതിഫലനമാണ്. ആ തുടക്കത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ ആ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച നൃത്തം മുതൽ നാടോടി നൃത്ത മത്സരത്തിലൊക്കെയും ആ ഒരു തീം
വീണ്ടും വീണ്ടും വരുമ്പോഴുള്ള ആളുകളുടെ ആ ഒരു ആവേശം കണ്ടുമടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അറിവ് അത് എത്രത്തോളം വേദനയോട് കൂടി ഉൾക്കൊള്ളുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഫീലായിരുന്നു അല്ലേ? അതെ, ഇന്നും അപ്പൊ പമ്പയാറും അച്ചൻകോവിലാറും കരമനയാറും ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകും, നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി വെളുക്കുവോളം എന്നതാണ് നാടോടി നൃത്തം. എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. കുട്ടികളൊക്കെ അത്രയും ആവേശഭരിതരായി ആ മത്സരം കഴിയുന്നതിന് വേണ്ടി ഉറക്കളച്ച് കാത്തിരുന്നു. നമ്മളും അതുപോലെ തന്നെയായിരുന്നു പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിക്കാൻ. പക്ഷെ അത് മാത്രമല്ല, ഈ മത്സരങ്ങളൊക്കെ നമുക്കും കാണണമായിരുന്നു. നമ്മളും ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ പ്രായത്തിലേക്ക് തിരിച്ചെത്തിയോ എന്നതാണ് എന്റെ ഇപ്പോഴത്തെ സംശയം. അതെ അതെ, സത്യം പറഞ്ഞാൽ ഒരു സ്കൂൾ കലോത്സവ കാലത്തിലേക്ക് ഒന്ന് പോയിട്ടാ തിരിച്ചു വന്നത് ഇന്നലെ തന്നെ. അപ്പൊ പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പറയേണ്ടതില്ലല്ലോ. എന്തായാലും നമുക്ക് കഴിയുന്ന സമയത്തൊക്കെയും വലിയ ആഗ്രഹമുണ്ട്. ഇടയ്ക്ക് ഇന്നലെ അന്യൊന്ന് ഉച്ചയ്ക്ക് മുങ്ങിയായിരുന്നു, ഒരു അരമണിക്കൂർ മുങ്ങി. സിന്ദൂരി നീ ഒന്നും ഇവിടെ നിന്നോ, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പോയ പോക്കാണ്, പിന്നെ വൈകിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു നിലയിൽ നമുക്കുമുണ്ട് ഇതൊക്കെ കാണാനും അറിയാനും ഉള്ള ഒരു കൗതുകമൊക്കെയും. ഒപ്പം തന്നെ ഈ പോയിന്റ് പട്ടിക എങ്ങനെ മാറി മറിയുന്നു എന്നത് കാണാനുള്ള വലിയ ആവേശവും ഉണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ വിശേഷങ്ങളിലേക്ക് ആദ്യത്തെ 17 മിനിറ്റിൽ നമ്മൾ പോയിട്ടില്ല. വലിയ പരാതി ഉറപ്പാണ്. രാജൻ വി എം ശുഭദിനം ആശംസിക്കുന്നുണ്ട്. ഷീജയെ നിർത്തിക്കൊണ്ട് തന്നെ എനിക്കിന്ന് കുറച്ച് കമന്റ്സ് വായിക്കണം. അടിപൊളിയാണ്. ഈ കമന്റ്സ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചില്ലല്ലോ, ഞങ്ങളത് ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പൊ പറയുന്നത്? ഇന്നലെ മേഘ പറഞ്ഞല്ലോ. അതെ അതെ അതെ. സോമനോ ശുഭദിനം ആശംസിക്കുന്നുണ്ട്. ദേവരാജൻ ഗുഡ് അന്നെ മോർണിംഗ് ഇന്നലെ പാടുന്ന കണ്ടു എന്നൊക്കെ ദേവരാജൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കില്ല ദേവരാജൻ, എന്തോ അബദ്ധം പറ്റിയതാണ്. ഇല്ലില്ല. ഓക്കെ, പ്രദീപൻ കുനിയിൽ ഗുഡ് മോർണിംഗ്. അന്നയ്ക്ക് പ്രത്യേകം ഗുഡ് മോർണിംഗ് പറയണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അഷ്റഫ് കൈരളി കുടുംബത്തിന് ശുഭദിനം ആശംസിക്കുന്നുണ്ട്. ഒപ്പം സുകുമാരൻ ക്രിസ്ത്യൽ കാവ്യയോടും അന്നയോടും ഒരു ചോദ്യമുണ്ട്. ഇന്നലെ രാത്രി സ്നേഹം എന്താണ്? ഇന്നലെ രാത്രി ഗുഡ് ബൈ പറയുമ്പോൾ അന്ന, മാനസ, കാവ്യ, ഷീജ, സിന്ദൂരി, വിജിൻ എല്ലാവരെയും കണ്ടു, പക്ഷെ മേഘയെ കണ്ടില്ലെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സുകുമാരൻ കണ്ടിട്ടില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. മേഘയായിരുന്നു ഇന്നലെ നമ്മുടെ പ്രധാന താരം എന്ന് പറയുന്നത്. മൊയ്തീൻ നേര്യമംഗലത്തിനുള്ള സങ്കടം ഷീജയുടെ ചുമ മാറാത്തതിലാണ്. ഷീജയുടെ ചുമ മാറിയിട്ടില്ല എന്ന് പറയുന്നു. കാലാവസ്ഥയുടെയാണ് അല്ലെ ഷീജ? കളർഫുൾ ആയിട്ടുണ്ടെന്ന് കേട്ടോ രാജീവൻ പറയുന്നുണ്ട്. താങ്ക് യു രാജീവൻ. ഞങ്ങൾ കഷ്ടപ്പെട്ടു ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി ചെയ്തതല്ലാന്ന്, പെയ്ഡ് കമന്റ് അല്ലാതെ പറഞ്ഞതുപോലെ. ഒപ്പം പ്രിയയോടും ഡെസ്കിൽ ഇപ്പോ നമ്മുടെ ഫ്ലോറിലുള്ള പ്രിയയോടും ഗുഡ് മോർണിംഗ് പറയണമെന്ന് രാധ പറയുന്നുണ്ട്. മൊയ്തീൻ ജനകീയ പ്രശ്നം വാർത്ത ചെയ്യുന്ന കൈരളിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ബഷീർ കെ ചാനയ്ക്കും കാവ്യയ്ക്കും ഗുഡ് മോർണിംഗ്. രണ്ടുപേരും പച്ചയും വെള്ളയും കളറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ കലാവേശത്തിന് മങ്ങൽ വരുത്താതിരിക്കട്ടെ എന്ന് രാജൻ പറയുന്നുണ്ട്. ഒരു മങ്ങലും ഇല്ല എന്നുള്ളത് ഇന്ന് രാവിലെ 6:30 മണിക്ക് ഇവിടെ എത്തിയപ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നതും അറിയുന്ന ഒരു കാര്യമാണ്. മഴ വന്നപ്പോൾ കുറച്ച് പൊടിയൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം. ഇന്നലെ രാത്രി ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ പൊടി ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നത് കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ പിരിയുന്നത്. പക്ഷെ രാവിലെ വന്നപ്പോൾ അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല. രാത്രി മുഴുവൻ നിറഞ്ഞ മഴയായിരുന്നു. പലയിടത്തും ചെളിയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ആവേശം കുറയ്ക്കുന്നില്ല. തീർച്ചയായും ഈ മത്സരങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല. എന്നാലും ഷീജ, കാവ്യ തെന്നി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കാര്യം പറയട്ടെ, രജീഷ് പി എം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. രജീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. രജീഷിന്റെ മരുമകൾ ശ്രീലക്ഷ്മി ആർ ഇന്നലെ നടന്ന ഹൈസ്കൂൾ വിഭാഗം കുച്ചിപ്പുടി മത്സരത്തിൽ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് നമ്മുടെ ഒരു ആശംസ പറയണമെന്ന് ഷീജ. അതെ അതെ, തീർച്ചയായിട്ടും ആശംസകൾ ഞങ്ങൾ ശ്രീലക്ഷ്മിക്ക്. എ ഗ്രേഡ് കുച്ചിപ്പുടി മത്സരത്തിൽ കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മിയെ നമ്മുടെ മുഴുവൻ പ്രേക്ഷകർക്കും നമുക്കും വേണ്ടി ഒരിക്കൽ കൂടി കൺഗ്രാചുലേറ്റ് ചെയ്യാണ്. ലിജി സത്യൻ അടിപൊളി ലുക്കിലാണല്ലോ എന്ന് പറയുന്നുണ്ട്. അന്ന വീണ്ടും നമ്മുടെ പദ്ധതി ഏറ്റിരിക്കുന്നു. എന്റെ തൃശ്ശൂർ മുന്നിൽ വരുമെന്ന് ബാബു ടി എസ് പറയുന്നുണ്ട്. ഉറപ്പായിട്ടില്ല. അതെ, ബാബു ഇത് 2 ദിവസമായിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇത് പറയുന്ന സമയത്ത് ഇല്ല, ഞങ്ങളുടെ തൃശ്ശൂരിൽ തന്നെയാണ് കപ്പ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ബാബു അതങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിട്ട് ബാബു ഇപ്പൊ എന്തായാലും തൃശ്ശൂർ 2ാമതുണ്ട്. പക്ഷെ ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ കണ്ണൂര് 1ാമതാണ്. അപ്പൊ ഏത് സമയവും ഏത് നിമിഷവും ഇത് മാറിക്കൊണ്ടിരിക്കും. ഷീജയും ബാബുവും പറയുന്നുണ്ട് ഷീജയ്ക്ക് ശുഭദിനം. ഷീജയും സുന്ദരിയായിട്ടുണ്ടെന്ന് കേട്ടോ. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ അതെ, MTയുടെ പ്രിയപ്പെട്ട നിള, അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ട്. ഷീജയ്ക്ക് ഗുഡ് മോർണിംഗ് പറയൂ കാവ്യ, പറഞ്ഞിരിക്കുന്നു ബഷീറെ. എന്താണ് കൈരളിയുടെ മുത്തുമണികൾ എല്ലാവരും എത്തി എന്നാണ് ദേവരാജൻ പറയുന്നത്. അന്ന സർജൻ കേസിന് നല്ല പച്ചപ്പുണ്ട്, കൊള്ളാമെന്ന്. മേയർ ആര്യയുടെ റിപ്പോർട്ടിംഗ് ആണോ എന്ന് ദേവരാജൻ
പറയുന്നുണ്ട്, റിപ്പോർട്ടിംഗ് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ സർപ്രൈസ്? ഇപ്പൊ തന്നെ പ്രേക്ഷകർ പൊളിക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമുക്കൊപ്പം ഇന്നിനി ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വരും ഉറപ്പായിട്ടും. ഇതിന്റെ ഒരു ഭാഗമാണ്, കാരണം ഇതിന്റെ ഒരു പ്രധാന സംഘാടകരിൽ ഒരാൾ കൂടി ആയതുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ എല്ലാ വേദികളിലുമായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുണ്ടാവും. അതുകൊണ്ട് ആര്യ വന്നു പോകും. ഗംഭീരമായിട്ട് അണ്ണാ നല്ല പാട്ടായിരുന്നു കേട്ടോ. എപ്പോഴാ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ല. വേറെ ആരെയാണ്, ദേവരാജനല്ലേ പറഞ്ഞത്? ദേവരാജൻ വേറെ ആരെയാണ് കണ്ടത്? ഓക്കെ, വിജിൻ കണ്ണീരോടെ വെള്ളാർമല സ്കൂളിന്റെ സംഘനൃത്തം കണ്ടിരുന്ന ആ കഥ പറയുന്നത് ഇന്നലെ രാത്രിയിൽ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിയായ കാര്യം. കൂട്ടിച്ചേർക്കേണ്ടതെന്ന് വെച്ചാൽ വിജിന് നേരിട്ട് അവിടെ പോയുള്ള ഒരു അനുഭവം കൂടിയുണ്ട്. കാരണം വിജിൻ അവിടെ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ നേരിട്ട് അവിടെ എത്തി റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അതിൽ ഒരാളാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറ ചെയ്യുന്ന സജു എന്ന് പറയുന്ന ചേട്ടൻ. അപ്പോൾ അവർക്ക് നേരിട്ട് അവരവിടെ ചെന്നതിൻ്റെ അനുഭവം നമ്മളോട് പങ്കുവെക്കുമ്പോൾ തന്നെ, തിരിച്ചിവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ട് പങ്കുവെക്കുമ്പോൾ തന്നെ അവർക്കത് ഉള്ളിൽ വലിയൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പെർഫോമൻസ് കാണുമ്പോൾ തീർത്തും അവരുടെ മനസ്സലിയിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ആ കുഞ്ഞുങ്ങളുടെ പ്രകടനവും അതുപോലെയായിരുന്നു. നിശ്ചയമായും എനിക്ക് തോന്നുന്നത് അർച്ചന അവിടെ തയ്യാറാണെന്ന് നേരത്തെ ഒരു സൂചന ചേതൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് എനിക്കത് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചേതൻ, അർച്ചന അവിടെ റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒന്ന് പറയുമോ? നമ്മൾ വളരെ പെട്ടെന്ന് അർച്ചനയിലേക്ക് പോകും. അർച്ചന അതിനുശേഷം വേണം ഇങ്ങോട്ട് വിളിക്കാൻ. ഷീജയ്ക്ക് ഇവിടെ 100 പ്ലാനിങ് ഉള്ളത്. റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നെ വേണ്ട ഇനി. അർച്ചനന്റെ ഗുഡ് മോർണിംഗ് കേട്ടില്ലേ? അർച്ചന ഗുഡ് മോർണിംഗ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും ഗുഡ് മോർണിംഗ് കാവ്യ. അന്ന, നിങ്ങൾ രാവിലെ തന്നെ വലിയ ആവേശത്തിലാണ്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരക്കാരുടെ ആവേശം പറയണ്ടല്ലോ. എന്തായാലും കലയെ അവർ പൂർണ്ണമായും നെഞ്ചേറ്റിരിക്കുകയാണ്. കാരണം നമ്മൾ ഇന്നലെ ആ ആവേശം എല്ലാം കണ്ടതാണ്. അത്തരത്തിൽ പൂർണ്ണമായും അനന്തപുരിയുടെ മണ്ണ് ഓണായിരിക്കുകയാണ്. ഇന്നും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. കാരണം ഇത് ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ കൂടുതൽ പേര് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല പ്രധാനപ്പെട്ട ഗ്ലാമർ ഇനങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ വരും. വേദികളെല്ലാം തന്നെ നിറഞ്ഞ സദസ്സായി മാറും. നമ്മൾ ഇപ്പോൾ ഉള്ളത് MT നിളയിലാണ്. ഇവിടെ രാവിലെ 9:30 പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കും. മാത്രമല്ല 2 മണിക്ക് മോഹിനിയാട്ടമുണ്ട്. രാവിലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒപ്പന. അതായത് ഒപ്പന കാണാൻ വലിയ ആവേശം തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ട് എന്ന് മനസ്സിലായത് ഇന്നലെയാണ്. കാരണം ഇന്നലെ നിറഞ്ഞ സദസ്സായിരുന്നു ഒപ്പനയ്ക്കുണ്ടായിരുന്നത്. ഇന്നലെ പെരിയാറിൽ ഒപ്പന രാത്രി വൈകിയ വേളയിലും ഉണ്ടായിരുന്നു. ഈ വൈകിയ വേളയിലും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു ഇവിടുത്തെ തിരുവനന്തപുരം എന്നതാണ് ഏറ്റവും പ്രത്യേകത. കാരണം ഈ മണവാട്ടികളുടെ കൂടെ ഫോട്ടോ എടുക്കാനും അതുപോലെ അവരോട് വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ നിരവധിയായ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായും തിരുവനന്തപുരത്തുകാർ കലയെ നെഞ്ചേറ്റിരിക്കുകയാണ്. അതുതന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്. മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അതിൽ കൂടാതെ പണിയ നൃത്തം, അതാണ് ഇന്നത്തെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം തദ്ദേശീയ ഈ കലാരൂപങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഇത്തവണത്തെ ചരിത്ര നിമിഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ പണിയ നൃത്തം ഇന്നുണ്ട്. അത് രാവിലെ 9:30 കബനി നദിയിൽ ആരംഭിക്കും. അതിന് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈ വയനാടുകാരെ സംബന്ധിച്ച് അവർ ഈ വയൽ കൃഷി ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ അത് വീണ്ടും ഇവിടെ ഈ കബനി നദിയിൽ ഒരുങ്ങുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കലാരൂപങ്ങളെല്ലാം കാണാൻ നിരവധിയായ ആളുകളെത്തും. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ കലാപരിപാടികൾ തുടങ്ങാനുള്ളത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തുകാർ ഈ കലോത്സവ വേദിയൊക്കെ കാണാനായി എത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മത്സരാർത്ഥികൾ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഈ അണിയറയിലും നിറയെ മത്സരാർത്ഥികളാണ്. അവരെല്ലാം തന്നെ ഒരുക്കത്തിലാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ പോയിന്റ് നില പറയുകയാണെങ്കിൽ കണ്ണൂർ കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാരണം ചെറിയ പോയിന്റ്, അതായത് ഒരു പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇത്തരത്തിൽ മാറി മറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ താളം പിടിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് മാറി മറിയുക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. അപ്പോൾ 215 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് മുന്നിൽ. തൊട്ട് പിന്നാലെ കോഴിക്കോടുണ്ട്, അതിന് തൊട്ട് പിന്നാലെ തൃശ്ശൂരുണ്ട്. അങ്ങനെ ഈ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടവും തുടരുകയാണ്. അതേസമയം തന്നെ കലോത്സവത്തിൻ്റെ ഓളം അത് മൊത്തത്തിൽ ഓണായിരിക്കുകയാണ്. ഇനി പ്രധാനമായും മോഹിനിയാട്ടം, കുച്ചിപ്പിടി, ഒപ്പന, അതുപോലെ നാടകം, പണിയ നൃത്തം, അങ്ങനെ ഗ്ലാമർ ഇനങ്ങളെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിരവധിയായ ആളുകൾ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. ഈ പ്രധാനപ്പെട്ട MT നിളയിലേക്ക് എത്തുകയാണ്, ഈ വേദിയിലേക്ക്. ഈ മത്സരാർത്ഥികളാണ് ഇവിടുന്ന് പല ഭാഗങ്ങളിൽ നിന്നായി എത്തുന്നവരാണ്. അങ്ങനെ ഇന്നെന്തായാലും ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഈ ആവേശം കുറച്ചുകൂടി കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നമ്മൾ ഇന്നലെ പ്രധാനമായും നമ്മൾ നേരിട്ടൊരു പ്രതിസന്ധി ഈ പൊടിയൊക്കെ ആയിരുന്നു. എന്നാൽ മഴ പെയ്ത് അതൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥ, ഒരു തെളിഞ്ഞ കാലാവസ്ഥ, ഒരു കുളിരുള്ള കാലാവസ്ഥ, അതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ
ഇന്ന് ഏറ്റവും മനോഹരമായി കലോത്സവം ഗംഭീരമാവുകയാണ്. ഇന്ന് കൂടുതൽ ആവേശം കാണാൻ കഴിയും. ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ, മാത്രമല്ല ഗ്ലാമർ ഇനങ്ങളായ പല ഇനങ്ങളും ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിറഞ്ഞ സദസ്സിലായിരിക്കും ഇന്ന് എന്തായാലും പരിപാടികളെല്ലാം നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നമ്മൾ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. 25 വേദികളിലായി ഓടി നടക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ റിപ്പോർട്ടർമാരൊക്കെ. അതിന് നമ്മൾ പൂർണ്ണമായി ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. കാവ്യ അന്ന.